ഡിയർ സ്റ്റുഡൻസ്, ഇനി നമുക്ക് എടുക്കാനുള്ള 17ാമത്തെ ചാപ്റ്റർ നാഷണലിസം, ദേശീയത. ഇപ്പം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പൗരത്വം പഠിച്ചു അല്ലേ? രാഷ്ട്രവുമായുള്ളൊരു ബന്ധമാണ് പൗരത്വം. അതേപോലെ തന്നെയാണ് ദേശീയത. ഇപ്പം എന്താണ് ദേശീയത എന്ന് നോക്കാം. ദേശീയതയെ പലരും പല രീതിയിലാണ് നിർവചിച്ചിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ടൊരു നിർവചനം കൊടുക്കാൻ കഴിയില്ലെങ്കിലും പലരും അതിനെ രാജ്യസ്നേഹമായിട്ടോ രാജ്യത്തിന് വേണ്ടിയുള്ള ത്യാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യവുമായുള്ള ബന്ധമായിട്ടൊക്കെ അതിനെ പറയുന്നുണ്ട്. നാഷണലിസം. പീപ്പിൾ കോമൺലി അണ്ടർസ്റ്റാൻഡ് nationalism as patriotism or sacrifice for the country. The Republic Parade in Delhi is a striking symbol of Indian nationalism. It shows strength, power and diversity of Indian nation. It is difficult to give a precise definition to nationalism. Nationalism is a modern phenomenon. It emerged after the decline of feudalism. Gradually, nationalism became strong and became the cause for the emergence of several nation states. ദേശീയതയ്ക്ക് കൃത്യമായിട്ടൊരു നിർവചനം നൽകാൻ പ്രയാസമാണ്. രാജ്യസ്നേഹമായിട്ടൊക്കെ അതിനെ കണക്കാക്കുന്നു. അത് വിചാരിച്ച് അതിനെ നിർവചിക്കാതിരിക്കുന്നതും ശരിയല്ല. ലോകകാര്യങ്ങളിലൊക്കെ വളരെയധികം പങ്കുവഹിക്കുന്ന ഒന്നാണ് ദേശീയത. ഒരു ആധുനിക പ്രതിഭാസമാണ്, മോഡേൺ ഫിനോമിനയാണ് ദേശീയത. ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയോടെയാണ് ദേശീയത ഉയർന്നു വന്നത്. ക്രമേണ അത് കരുത്താർജിക്കുകയും അനേകം രാഷ്ട്രങ്ങളുടെ ആവിർഭാവത്തിന് കാരണമാവുകയും ചെയ്തു. അതായത് ഒരു സമൂഹത്തെ, ഒരു രാഷ്ട്രത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരു ശക്തിവിശേഷമാണ് അല്ലേ? ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് ചേർക്കുന്ന ആത്മീയവും വൈകാരികവുമായ ഒരു ശക്തിവിശേഷമാണ് ദേശീയത എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ നമുക്കറിയാം, ഒരു രാജ്യത്തെ ജനങ്ങൾ എല്ലാവരെയും പരസ്പരം നമുക്ക് പരിചയമില്ലാത്തവരാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിന് മൊത്തമായിട്ടൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒന്നായിട്ട് അല്ലെങ്കിൽ ഒരൊറ്റക്കെട്ടായിട്ട് നിലനിൽക്കാറുണ്ട്. നമ്മളൊക്കെ ഇന്ത്യക്കാരാണെന്നുള്ളൊരു ബോധം നമ്മളിലുണ്ട്. അതെന്താണ്? ദേശീയതയാണ്. നമുക്ക് നമ്മുടെ പ്രദേശത്തോട്, നമ്മുടെ രാജ്യത്തോടൊരു നിലനിൽക്കുന്നുണ്ട്. അതാണ് ദേശീയത. ദേശീയതയാണ് ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയൊക്കെ ഒരുമിച്ച് ചേർക്കുന്നത്. നമുക്ക് പരസ്പരം പരിചയമില്ലാത്ത വ്യക്തികളെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുമിച്ച് ചേർക്കുന്നത് പ്രതിഭാസമാണെന്ത്? ദേശീയത. During the last 2 centuries, nationalism has emerged as the most powerful political vision. It also has played a considerable role in shaping history. Nationalism has shown dual phase. One was creative and the other was destructive. It united people as well as divided them. It helped people to liberate them from oppressive rule. At the same time, it became the cause for conflicts, bitterness and war. Nationalism contributed to the building of states and empires. It also became the cause for the disintegration of states and empires. Nationalism has passed through many phases. In the 19th century, it functioned as a force of unification and it led to the unification of small kingdoms and thereby the formation of larger nation states. For instance, nationalism played a prominent role in the unification of Italy and Germany, which were actually divided into several small states. ഇപ്പോൾ ദേശീയത ഒരു ആധുനിക പ്രതിഭാസമാണെന്ന് പറഞ്ഞു. ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയോടെയാണ് ദേശീയത വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളിൽ ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രീയ ദർശനമായിട്ട് ദേശീയത വളർന്നു. ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെയധികം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ദേശീയത. അതിൻ്റെ തുടക്കം മുതൽ തന്നെ ദേശീയതയ്ക്ക് ഒരു ഇരട്ട മുഖം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതായത് 2 വശങ്ങളുണ്ട് ദേശീയതയ്ക്ക്. ഇരട്ട മുഖമാണ് ദേശീയതയ്ക്കുള്ളത്. ഒന്ന് ക്രിയാത്മകവും മറ്റൊന്ന് വിനാശകരവും. അതായത് ക്രിയാത്മകം എന്ന് പറയുന്നത് തീവ്രമായ വിധേയത്വം ജനങ്ങളിൽ ഉണ്ടാക്കി, അതായത് ഒരുമിപ്പിക്കുന്നതിന് കാരണമായി. അതോടൊപ്പം തന്നെ എന്ത് ചെയ്തു?
അത് വെറുപ്പും സൃഷ്ടിച്ചു. അപ്പോൾ ജനങ്ങളെ ഒരുമിപ്പിച്ചു, അതേസമയം ഭിന്നിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ദേശീയതയ്ക്ക് ഇരട്ട വശമാണുള്ളത്, ഇരട്ട മുഖമാണ്. ഒന്ന് ക്രിയാത്മകവും മറ്റൊന്ന് വിനാശകരവും. ക്രിയാത്മകം എന്ന് പറയുന്നത് ജനങ്ങളെ ഒരുമിപ്പിക്കുന്നു, വിനാശകരം എന്ന് പറയുന്നത് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു. അതായത് മർദ്ദക ഭരണത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കാൻ ദേശീയത സഹായിച്ചു. അതേസമയം സംഘർഷങ്ങൾക്കും വിദ്വേഷങ്ങൾക്കും യുദ്ധങ്ങൾക്കും അത് കാരണമാവുകയും ചെയ്തു. അപ്പോൾ ദേശീയത രാഷ്ട്രങ്ങളും സാമ്രാജ്യങ്ങളും കെട്ടിപ്പടുത്തു. രാഷ്ട്രങ്ങളെയും സാമ്രാജ്യങ്ങളെയും തകർത്തെറിയുന്നതിനും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ദേശീയത. പല സാമ്രാജ്യങ്ങളുടെയും രൂപീകരണത്തിന് കാരണമായി. അതോടൊപ്പം തന്നെ ദേശീയത എന്ത് ചെയ്തു? സാമ്രാജ്യങ്ങളുടെ തകർച്ചയ്ക്കും കാരണമായി. Nationalism in the 20th century has contributed to the disintegration of large empires. The growth of nationalism was the main reason for the decline of the Austro-Hungarian Empire and the Russian Empire. Following Second World War, several thinkers opined that nationalism has lost its relevance and it was going to die. They argued that nuclear weapons, scientific developments, free trade, economic dependence, and the formation of the UNO would put an end to the era of nationalism. Today, in many parts of the world, nationalist struggles are going on. It raises the threat of the disintegration of several existing states. ദേശീയത പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ഒരു ഏകീകരണ ശക്തിയായിട്ട് അത് പ്രവർത്തിച്ചു. 19-ാം നൂറ്റാണ്ടിൽ ദേശീയത ഒരു ഏകീകരണ ശക്തിയായിട്ട് പ്രവർത്തിച്ചു. അതായത് അനേകം രാജ്യങ്ങളുടെ ഏകീകരണത്തിനും രൂപീകരണത്തിനും കാരണമായി ദേശീയത. അതിനുദാഹരണമാണ് അനേകം ചെറു രാജ്യങ്ങളായി ഭിന്നിച്ചു കിടന്നിരുന്ന ഇറ്റലിയുടെയും ജർമ്മനിയുടെയും ഏകീകരണത്തിന് ദേശീയത വളരെയധികം പങ്കുവഹിച്ചു. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ ദേശീയത അനേകം വൻ സാമ്രാജ്യങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി. യൂറോപ്പിലെ ആസ്ട്രോ-ഹംഗേറിയൻ സാമ്രാജ്യവും റഷ്യൻ സാമ്രാജ്യവും തകരാനുള്ള കാരണം ദേശീയതയാണ്. റഷ്യൻ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ഈ രണ്ട് സാമ്രാജ്യങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായത് ദേശീയത തന്നെയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ദേശീയതയുടെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്നും ദേശീയത മരിക്കാൻ പോവുകയാണെന്നും പലരും പ്രവചിക്കുകയുണ്ടായി. അണവായുധങ്ങൾ, വികസനം, സ്വതന്ത്ര വ്യാപാരം, സാമ്പത്തിക പരസ്പരാശ്രയത്വം, UN-ന്റെ രൂപീകരണം തുടങ്ങിയ ദേശീയതയുടെ യുഗത്തിന് അന്ത്യം കുറിക്കുമെന്ന് അവർ വാദിച്ചു. ദേശീയതയുടെ സ്ഥാനത്ത് സർവ്വദേശീയത സ്ഥാപിക്കപ്പെടുമെന്നും അവർ പറഞ്ഞു. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ദേശീയ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള രാഷ്ട്രങ്ങൾ അത് വിഭജന ഭീഷണി തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമാണ് കാനഡയിലെ ക്യൂബക്കോയ്സ്, വടക്കൻ സ്പെയിനിലെ ബാസ്കുകൾ, അതേപോലെ ശ്രീലങ്കയിലെ തമിഴർ. ഇവരൊക്കെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്ക് വികാസം പ്രാപിച്ചിട്ടുണ്ട്. നമുക്ക് ദേശീയതയ്ക്ക് ഇരട്ട വശമാണെന്ന് പറഞ്ഞു അല്ലേ? രണ്ട് മുഖങ്ങളുണ്ട്, ക്രിയാത്മകവും വിനാശകരവും, ക്രിയേറ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ക്രിയാത്മക വശമാണ്. ക്രിയേറ്റീവ് ലോയൽറ്റി, വിധേയത്വം സൃഷ്ടിക്കുന്നു. യുണൈറ്റ്സ് പീപ്പിൾ, ജനങ്ങളെ ഒരുമിപ്പിക്കുന്നു. മറ്റൊന്നാണ് പ്രൊമോട്ട്സ് ദി ഫീലിംഗ് ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യബോധം വളർത്തുകയും വിമോചിപ്പിക്കുകയും ചെയ്യുന്നു. പ്രൊമോട്ട്സ് ഡെമോക്രസി ആൻഡ് സെൽഫ് ഗവൺമെൻറ്, ജനാധിപത്യം, സ്വയംഭരണം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നു. നൗഷസ് എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ചയെ പോഷിപ്പിക്കുന്നു. പ്രൊമോട്ട്സ് കൾച്ചറൽ ഗ്രോത്ത്, സാംസ്കാരിക വളർച്ചയെ സഹായിക്കുന്നു. മറ്റൊന്നാണ് ഡെവലപ്സ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഡൈവേഴ്സിറ്റി, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ വൈവിധ്യത്തെ വളർത്തുന്നു. നമുക്കതിൻ്റെ വിനാശകരമായ വശങ്ങൾ നോക്കാം. ഡിസ്ട്രക്റ്റീവ് ഫേസസ്, വെറുപ്പ് സൃഷ്ടിക്കുന്നു. ക്രിയേറ്റ്സ് ബിറ്റർനെസ്, മേക്സ് ഡിവിഷൻ, ഭിന്നിപ്പിക്കുന്നു. ബിക്കംസ് ദി കോസ് ഫോർ കോൺഫ്ലിക്ട്സ് ആൻഡ് വാർ, സംഘർഷങ്ങൾക്കും യുദ്ധങ്ങൾക്കും കാരണമാകുന്നു. ഇൻക്രീസസ് ലോൺലിനെസ്, ഒറ്റപ്പെടൽ വളർത്തുന്നു. ക്രിയേറ്റ്സ് ദി ഫീലിംഗ് ഓഫ് ഡോമിനൻസ്, മേധാവിത്വ വികാരം സൃഷ്ടിക്കുന്നു. ഇൻക്രീസസ്
സസ്പീഷൻ ഓൺ അതേഴ്സ്. മറ്റുള്ളവരുടെ മേൽ സംശയം വളർത്തുന്നു. പ്രൊമോട്ട്സ് ഇൻസ്റ്റെബിലിറ്റി. അസ്ഥിരത വളർത്തുന്നു. ഹെൽപ്സ് ദി ഫോർമേഷൻ ഓഫ് സെവറൽ സ്മോൾ സ്റ്റേറ്റ്സ്. എണ്ണമറ്റ ചെറു രാജ്യങ്ങളുടെ രൂപീകരണത്തെ സഹായിക്കുന്നു. പ്രൊമോട്ട്സ് ഫോർമേഷൻ ഓഫ് എംപയേഴ്സ്. സാമ്രാജ്യത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. സ്റ്റേറ്റ്സ് ആൻഡ് നാഷണലിസം. രാഷ്ട്രങ്ങളും ദേശീയതയും. സ്റ്റേറ്റ് ഈസ് നോട്ട് എ casual collection of people. There may not be face-to-face relationship between the members of a state. They may not have seen each other. The ties of descent are also not seen among them. Still the state exists and all the members value it. A state is a group which shares certain common features such as descent or language or religion or ethnicity. It is not necessary that all states have these common features. In many states, there is not even a common language. Canada and India are examples of this. According to Benedict Anderson, state is an imagined community. According to Anderson, it is an imagined community held together by the collective beliefs, aspirations, and imaginations of its members. He argued that state is an imagined political community made by the society. രാഷ്ട്രങ്ങളും ദേശീയതയും. ജനങ്ങളുടെ ഒരു താൽക്കാലികമായ കൂട്ടായ്മയല്ല രാഷ്ട്രം. രാഷ്ട്രത്തിലെ അംഗങ്ങൾ തമ്മിൽ മുഖാമുഖം ബന്ധമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവർ ഒരിക്കലും പരസ്പരം കണ്ടു എന്ന് വരില്ല. വംശപാരമ്പര്യത്തിൻ്റെ ഒന്നും അവർക്കിടയിൽ ഉണ്ടാവുകയില്ല. എന്നിട്ടും രാഷ്ട്രങ്ങൾ നിലനിൽക്കുന്നു. അംഗങ്ങൾ അതിനെ വിലമതിക്കുകയും ചെയ്യുന്നു. അതായത് ഒരു പ്രത്യേക സവിശേഷതകൾ പങ്കുവയ്ക്കുന്ന ഒരു സമൂഹത്തെയാണ് പൊതുവെ രാഷ്ട്രം എന്ന് പറയുന്നത്. വംശപരമ്പര, ഭാഷ, മതം, വംശീയത തുടങ്ങിയവയ്ക്കാണ് പ്രത്യേക സവിശേഷതകൾ. പക്ഷേ എല്ലാ രാഷ്ട്രങ്ങളിലും ഈ സവിശേഷതകൾ പൊതുവായിട്ട് കാണപ്പെടണമെന്നില്ല. പല രാഷ്ട്രങ്ങളിലും പൊതുവായൊരു ഭാഷയില്ല. അതിന് ഉദാഹരണമാണ് ഇന്ത്യ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ. ബെനഡിക്ട് ആൻഡേഴ്സൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രം എന്നത് ഒരു സാങ്കല്പിക സമൂഹമാണ്. അംഗങ്ങളുടെ പൊതുവായ വിശ്വാസങ്ങളും അഭിലാഷങ്ങളും ഭാവനകളും ഒത്തുചേരുന്ന ഒരു സാങ്കല്പിക സമൂഹമാണ് രാഷ്ട്രം. സാമൂഹികമായി നിർമ്മിക്കപ്പെടുന്ന ഒരു സാങ്കല്പിക രാഷ്ട്രീയ സമൂഹമാണ് രാഷ്ട്രമെന്ന് ആൻഡേഴ്സൺ പറയുന്നു. ഇനി നമുക്ക് ജനങ്ങൾ അവരുടെ ദേശത്തെക്കുറിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ധാരണകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു രാഷ്ട്ര രൂപീകരണത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ദേശീയതയെ പരിപോഷിപ്പിക്കുന്ന ഘടകങ്ങൾ എന്നൊക്കെ ചോദിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗം. അപ്പോൾ എന്താണെന്ന് നോക്കാം. സം ഓഫ് ദി അസംഷൻസ് വിച്ച് പീപ്പിൾ ഹാവ് അബൌട്ട് ദി നേഷൻ. അപ്പോൾ ദേശീയതയെ പരിപോഷിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഒന്ന്, ഷെയർഡ് ബിലീഫ്സ്, പൊതുവായ വിശ്വാസങ്ങൾ. 2, ഹിസ്റ്ററി, ചരിത്രം. 3, ടെറിറ്ററി, ഭൂപ്രദേശം. 4, ഷെയർഡ് പൊളിറ്റിക്കൽ ഐഡിയൽസ്, പൊതുവായ രാഷ്ട്രീയ ആദർശങ്ങൾ. മറ്റൊന്നാണ് കോമൺ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി, പൊതുവായ രാഷ്ട്രീയ സ്വത്വം അഥവാ ഐഡൻറ്റിറ്റി. അപ്പോൾ ഇവ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ഷെയർഡ് ബിലീഫ്സ്, പൊതുവായ വിശ്വാസങ്ങൾ. എ നേഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫ്രം ബിലീഫ്സ്. ഇറ്റ് ഡിനോട്ട്സ് എ കളക്റ്റീവ് ഐഡൻറ്റിറ്റി ആൻഡ് വിഷൻ ഫോർ ദി ഫ്യൂച്ചർ ഓഫ് ദി പീപ്പിൾ ഹു ആസ്പയർ ടു ഹാവ് ആൻ ഇൻഡിപെൻഡൻറ്റ് പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസ്. It shows that common belief unites unfamiliar people into a state. By common belief, we mean the feeling of unity and integrity among the people to achieve certain goals. പൊതുവായ വിശ്വാസങ്ങൾ. രാഷ്ട്രം രൂപം കൊള്ളുന്നത് വിശ്വാസത്തിൽ നിന്നാണ്. അതായത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് കാണാനോ അനുഭവിക്കാനോ കഴിയുന്ന ഒന്നല്ല.
അപ്പോൾ ഒരു ജനതയെ നാം രാഷ്ട്രമെന്ന് പറയുമ്പോൾ അവരുടെ കായിക സവിശേഷതകളോ പെരുമാറ്റങ്ങളോ അല്ല നാം അർത്ഥമാക്കുന്നത്. സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ അസ്തിത്വം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ കൂട്ടായ ഐഡൻറ്റിറ്റി, ഭാവിയെക്കുറിച്ചുള്ള വീക്ഷണം എന്നിവയാണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് പരസ്പരം അപരിചിതരായ വ്യക്തികളെ ഒരു രാഷ്ട്രമായിട്ട് ഇണക്കിച്ചേർക്കുന്നത് പൊതുവായ വിശ്വാസങ്ങളാണെന്നത് വ്യക്തമാക്കുന്നു. അതായത് പൊതുവായ വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുവായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളിലുണ്ടാകുന്ന ഏകത്വബോധവും കൂട്ടായ്മയുമാണ്. നമുക്ക് രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഹിസ്റ്ററി, ചരിത്രം. അവയർനെസ് ഓഫ് ഹിസ്റ്ററി ആൾസോ പ്ലേസ് എ കൺസിഡറബിൾ റോൾ ഇൻ ദി ഫോർമേഷൻ ഓഫ് എ സ്റ്റേറ്റ്. People who see themselves as a state embody a sense of historical identity. The state articulates a sense of its own history on the basis of collective memories, legends, and historical records. This sense of history retains identity of the nation continuously. The nationalists in India made use of this sense of history for their fight against the British. Jawaharlal Nehru has written in his book Discovery of India about the continuity and unity of Indian civilization. ഇപ്പോൾ ചരിത്രം, ഒരു രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തിൽ ചരിത്രബോധവും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്കറിയാം ഓരോ രാഷ്ട്രത്തിനും അതിൻ്റേതായ ഒരു ചരിത്രവശം ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ത്യയിലൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇന്ത്യയുടെ ചരിത്രപരമായ കാര്യങ്ങൾ. അതായത് മുമ്പുണ്ടായിരുന്ന ഇന്ത്യ, പിന്നീട് ബ്രിട്ടീഷുകാർ വരുന്നത്, പിന്നീട് എന്ത് ചെയ്യുന്നു, നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അതായത് കൂട്ടായ സ്മരണകൾ, ഐതിഹ്യങ്ങൾ, ചരിത്രപരമായ രേഖകൾ എന്നിവയെ അടിസ്ഥാനമാക്കി രാഷ്ട്രങ്ങൾ സ്വന്തമായ ഒരു ചരിത്രബോധം രൂപപ്പെടുത്തുന്നു. ഇന്ത്യയിലെ ദേശീയവാദികൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഈ ചരിത്രബോധം പ്രയോജനപ്പെടുത്തി. അപ്പോൾ ഇന്ത്യക്ക് സുദീർഘമായൊരു ചരിത്രമുണ്ടെന്ന് അവകാശപ്പെടുന്നതിന് വേണ്ടി അവർ രാജ്യത്തിൻ്റെ പുരാതന സംസ്കാരത്തെയും സാംസ്കാരിക പൈതൃകത്തെയും മറ്റു നേട്ടങ്ങളെയും ഉപയോഗപ്പെടുത്തുകയുണ്ടായി. ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ അടിത്തറ സാംസ്കാരികമായ ഈ തുടർച്ചയും ഐക്യവുമാണെന്നവർ അവകാശപ്പെട്ടു. ഇന്ത്യയുടെ സാംസ്കാരികമായ തുടർച്ച, ഐക്യം എന്നിവയെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു തൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു പോയിൻ്റാണ് ടെറിറ്ററി, ഭൂപ്രദേശം. ടെറിറ്ററി ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് സ്റ്റേറ്റ്. എ സ്റ്റേറ്റ് ഷുഡ് ഹാവ് എ പെർട്ടിക്കുലർ ടെറിറ്റോറിയൽ ഏരിയ. For any people, the territory which they occupy or the land where they live has a special significance. They claim that it is their own. For example, the Jews who were scattered in different parts of the world always claimed that Palestine was their promised land. Through organized migration, they ousted the Palestinian Arabs and formed a state called Israel. More than one group may claim for the same territory, then the aspiration for a homeland may lead to conflicts. ഭൂപ്രദേശം ഒരു രാഷ്ട്രത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണെന്ത്? ഭൂപ്രദേശം. അത് നമുക്കറിയാം, ഒരു നിശ്ചിത ഭൂപ്രദേശമുണ്ട് ഓരോ രാജ്യത്തിനും. ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രത്യേക ഭൂവിഭാഗം ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഏറെക്കാലം ഒരുമിച്ച് താമസിക്കുകയും പൊതുവായൊരു ഭൂതകാലം പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങളിൽ കൂട്ടായിട്ടുള്ള ഒരു സ്വത്വബോധം, ഒരു ഐഡൻറ്റിറ്റി രൂപപ്പെടുന്നു. നമുക്കറിയാം ഇന്ത്യയുടെ കൃത്യമായ അതിരുകൾ, ഇന്ന ഭാഗം മുതൽ ഇന്ന ഭാഗം വരെയുള്ള ഏരിയകളാണ് ഇന്ത്യ ഉൾക്കൊള്ളുന്നത്. അതേപോലെ തന്നെയാണ് ഓരോ രാജ്യത്തിനും കൃത്യമായൊരു ഭൂപ്രദേശം ഉണ്ടായിരിക്കും. അപ്പോൾ ഏതൊരു ജനതക്കും അവരുടെ അധീനതയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അവർ അധിവസിച്ചിരുന്ന ഭൂപ്രദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് തങ്ങളുടെ സ്വന്തമാണെന്ന് അവർ അവകാശപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ ജന്മനാടിനെ മാതൃഭൂമിയെന്നോ പിതൃഭൂമിയെന്നോ പുണ്യഭൂമിയെന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ഉദാഹരണമാണ് ലോകത്തിലെ നാനാഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടന്നിരുന്ന ജൂതന്മാർ പലസ്തീൻ അവരുടെ ജന്മനാടാണെന്ന് അവകാശപ്പെട്ടിരുന്നു. അപ്പോൾ സംഘടിതമായ കുടിയേറ്റത്തിലൂടെ പലസ്തീൻ അറബികളെ പുറന്തള്ളി അവർ ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ
ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നദികൾ, മലമ്പ്രദേശങ്ങൾ, മേഖലകളുള്ള ഒരു പ്രദേശമാണ് ഇന്ത്യൻ രാഷ്ട്രമായിട്ട് തിരിച്ചറിയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രത്തെ നാം തിരിച്ചറിയുന്നത് ഒരു നിശ്ചിത അതിർത്തിക്കുള്ളിലെ ഭൂപ്രദേശമായാണ്. ഒരു ഭൂപ്രദേശത്തിനു മേൽ ഒന്നിലേറെ ജനങ്ങൾ അവകാശവാദം ഉന്നയിക്കാം. അത് ജന്മനാടിനു വേണ്ടിയുള്ള അഭിലാഷം ലോകത്തിൽ സംഘർഷങ്ങൾക്ക് കാരണമാകുന്നു. ഇനി അടുത്തത് ഷെയർഡ് പൊളിറ്റിക്കൽ ഐഡിയൽസ്, പൊതുവായ രാഷ്ട്രീയ ആദർശങ്ങൾ. We have seen that territory and historical identity play an important role in creating a sense of oneness among the people. There is another factor which also provides a sense of unity to the people. There is a shared vision among the members of a nation with regard to the type of state they want to build. Along with other things, they give emphasis to certain values and principles like democracy and liberalism. These values and principles inspire people to unite themselves and to live together. In other words, these ideals represent their political identity as a nation. A nation is strengthened when people acknowledge and accept their obligations to their fellow members. പൊതുവായ രാഷ്ട്രീയ ആദർശങ്ങൾ. അപ്പോൾ ഭൂപ്രദേശവും പൊതുവായ ചരിത്ര ഐഡൻറ്റിറ്റിയും ജനങ്ങളിൽ ഏകത്വബോധം സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ജനങ്ങളിൽ ഏകത്വബോധം സൃഷ്ടിക്കുന്ന മറ്റൊരു ഘടകമാണ് പൊതുവായ രാഷ്ട്രീയ ആദർശങ്ങൾ. ഭാവിയെക്കുറിച്ചുള്ള പൊതുവായൊരു വീക്ഷണവും ഒരു സ്വതന്ത്ര രാഷ്ട്രീയ അസ്തിത്വത്തിനായുള്ള പൊതു അഭിലാഷവുമാണ് അത്. ഏത് തരത്തിലുള്ള രാഷ്ട്രമാണ് നിർമ്മിക്കേണ്ടത് അല്ലെങ്കിൽ പടുത്തുയർത്തേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു രാഷ്ട്രത്തിലെ അംഗങ്ങൾക്ക് പൊതുവായ ചില കാഴ്ചപ്പാടുകളുണ്ട്. മറ്റു കാര്യങ്ങൾക്കൊപ്പം ജനാധിപത്യം, ലിബറലിസം തുടങ്ങിയ പല മൂല്യങ്ങൾക്കും തത്വങ്ങൾക്കും അവർ ഊന്നൽ നൽകുന്നു. അപ്പോൾ ഒത്തൊരുമിക്കാനും ഒന്നിച്ചു ജീവിക്കാനും പ്രേരണയേകുന്നത് ഈ മൂല്യങ്ങളും ആദർശങ്ങളുമാണ്. ഒരു രാഷ്ട്രമെന്ന നിലയിൽ അവരുടെ രാഷ്ട്രീയ ഐഡൻറ്റിറ്റിയെ, സ്വത്വത്തെ പ്രതിനിധീകരിക്കുന്നത് ഈ ആദർശമാണ്. ജനങ്ങൾ അവരുടെ സഹജീവികളോടുള്ള കർത്തവ്യങ്ങൾ അംഗീകരിക്കുമ്പോഴാണ് ഒരു രാഷ്ട്രം കരുത്താർജിക്കുന്നത്. ഇനി അടുത്ത പോയിൻ്റാണ് കോമൺ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി, പൊതുവായ രാഷ്ട്രീയ സ്വത്വം. There are people who believe that a shared political vision about the state and society is not enough to unite individuals together as a nation. They think that for the unity of the people, a common cultural identity is also necessary. By common cultural identity, we mean either a common language or a common descent. Common language makes communication easier among the people. Likewise, common religion gives a people opportunity to unite themselves. Belief in a common religion provides common beliefs and social practices. This enables them to celebrate common festivals and holidays. This actually unites people. But sometimes people uniting on the basis of religion may become a big threat to the democratic system. Mainly, there are two reasons for this. Firstly, there are internal diversities in all major religions of the world. Secondly, most of the societies are culturally diverse. In each society, there may be people belonging to different religions and speaking different languages living together in a particular territorial area. Attempts to impose any religion or language on others will create conflicts. അടുത്ത പോയിൻ്റാണ് പൊതുവായ രാഷ്ട്രീയ സ്വത്വം, കോമൺ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി. നാം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും പൊതുവായ ഒരു രാഷ്ട്രീയ വീക്ഷണം ഉണ്ടായതുകൊണ്ട് മാത്രം വ്യക്തികളെ ഒരു രാഷ്ട്രമായിട്ട് കൂട്ടിയിണക്കാൻ
ആവില്ല. പൊതുവായൊരു സാംസ്കാരിക ഐഡൻറ്റിറ്റിയും ഇതിന് ആവശ്യമാണ്. അപ്പോൾ പൊതുവായ സാംസ്കാരിക ഐഡൻറ്റിറ്റി സ്വത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൊതുവായ ഭാഷ അല്ലെങ്കിൽ പൊതുവായൊരു വംശപരമ്പരയോ ആണ്. പൊതുവായൊരു ഭാഷ ജനങ്ങൾക്കിടയിൽ ആശയവിനിമയം എളുപ്പമാക്കുന്നു. പൊതുവായൊരു മതം ജനങ്ങളെ ഒരുമിപ്പിക്കുന്നതിനുള്ള ഒരു അവസരമാക്കുന്നു. പൊതുവായ മതം പൊതുവായ വിശ്വാസങ്ങളും ആചാരങ്ങളും പ്രദാനം ചെയ്യുന്നതിനാൽ ജനങ്ങൾക്ക് ഒരുപോലെ ആഘോഷങ്ങളും ഒഴിവു ദിവസങ്ങളും മറ്റുമൊക്കെ ആഘോഷിക്കാൻ കഴിയുന്നു. ഇത് അവരെ ഒരുമിപ്പിക്കുന്നതിന് കാരണമാകുന്നു. എന്നാൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഒന്നിച്ചു ചേരുന്നത് ജനാധിപത്യങ്ങൾക്ക് വലിയ ഭീഷണി ഉണ്ടാകാം. 2 കാരണങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന്, ലോകത്തിലെ എല്ലാ പ്രധാന മതങ്ങളിലും ആന്തരിക വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് കാലം കടന്നു പോകുമ്പോൾ ഓരോ മതത്തിലും ഭിന്നതകൾ ഉണ്ടാകുന്നു. മറ്റൊന്നാണ്, മിക്ക സമൂഹങ്ങളും സാംസ്കാരികമായി വൈവിധ്യമുള്ളവയാണ്. ഓരോ സമൂഹത്തിലും വിവിധ മതങ്ങളിൽപ്പെട്ടവരും വിവിധ ഭാഷ സംസാരിക്കുന്നവരും ഒരേ ഭൂപ്രദേശത്ത് ഒന്നിച്ച് ജീവിക്കാറുണ്ട്. അപ്പോൾ അവരുടെ മേൽ ഏതെങ്കിലും ഒരു മതമോ ഭാഷയോ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് സംഘർഷത്തിന് കാരണമാകാം. അതായത് ഒരു മതമോ ഭാഷയോ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ അവയിൽ ഉൾപ്പെടാത്ത വിഭാഗങ്ങൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് പുറന്തള്ളപ്പെടും. അപ്പോൾ അത്തരം നടപടികൾ എന്ത് ചെയ്യും? ഈ പുറന്തള്ളപ്പെട്ട വിഭാഗങ്ങളുടെ മതസ്വാതന്ത്ര്യത്തെയും ഭാഷാ സ്വാതന്ത്ര്യത്തെയും പരിമിതപ്പെടുത്തും. ഇത് ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾക്ക് എതിരാണ്. ഇത്രയാണ് രാഷ്ട്രരൂപീകരണത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ. ഇനി രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാക്ടേഴ്സ് ഓഫ് എ സ്റ്റേറ്റ്. രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങളാണ്: ഒന്ന്, ടെറിറ്ററി, ഭൂപ്രദേശം; മറ്റൊന്ന്, പീപ്പിൾ, ജനങ്ങൾ; മറ്റൊന്ന്, ഗവൺമെൻറ്, ഭരണകൂടം; മറ്റൊന്നാണ് സുപ്രീമസി, പരമാധികാരം. ഇത്രയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ.